നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാത്ത സാഹചര്യത്തിലാണ് നടപടി. പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയാണ് കോടതി ഉത്തരവ്. കൃത്യം 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിച്ചു. ആദ്യ കേസായി തന്നെ SC 118/2018 നടിയെ ആക്രമിച്ച കേസ് കോടതി വിളിക്കുകയാണ് ചെയ്തത്. പിന്നീട് ജഡ്ജി ഹണിയം വർഗീസ് എല്ലാ പ്രതികളോടും, വിചാരണ നേരിട്ട 10 പ്രതികളോടും പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കോടതി വിധി പ്രസ്താവം തുടങ്ങുകയാണ്. 5ാമത്തെ മിനിറ്റിൽ കൃത്യമായി കോടതി 8ാം പ്രതിയുടെ കാര്യത്തിലേക്ക് എത്തി. അതായത് ദിലീപിന്റെ കാര്യത്തിലേക്ക്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു. എന്നാൽ ആ കുറ്റം നിലനിൽക്കില്ല. പ്രോസിക്യൂഷന് അത് കോടതിക്ക് മുൻപാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിർണായകമായ വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഉത്തരവ് വായിച്ചു തുടങ്ങി. 5ാമത്തെ മിനിറ്റിലാണ് പുറത്തുവരുന്നത്. ഏതാണ്ട് 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ദിലീപ് അടക്കം വെറുതെ വിട്ട പ്രതികളെല്ലാം തന്നെ പുറത്തേക്ക് പോയി. പിന്നീട് 2 തുടരന്വേഷണങ്ങളാണ് ഈ കേസിൽ നടന്നത്. ആ 2ാമത്തെ തുടരന്വേഷണത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 3ാമതൊരു തുടരന്വേഷണം നടന്നു. ആ 2 അന്വേഷണങ്ങളും അതിന്റെ ഭാഗമായി വന്ന കുറ്റപത്രങ്ങളും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന, ദിലീപ് ഉൾപ്പെട്ട 2013 മുതലുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചന വാദത്തെ പൂർണ്ണമായും കോടതി തള്ളിയിരിക്കുകയാണ്. അങ്ങനെയാണ് കേസിലെ 1 മുതൽ 6 വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള നിർണായകമായ പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഈ പ്രതികൾക്കുള്ള ശിക്ഷയാണ്. ആ ശിക്ഷ പ്രഖ്യാപിക്കാൻ പോകുന്നത് 12ാം തീയതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ തലേന്നാണ് ആ നിർണായകമായ ശിക്ഷാ പ്രഖ്യാപനം വരാൻ പോകുന്നത്. അന്നായിരിക്കും ഇതിലെ വിധി പ്രസ്താവവും പുറത്തു വരാൻ പോകുന്നത്. എന്തൊക്കെ കാര്യകാരണങ്ങളാലാണ് ദിലീപിനെ കോടതി ശിക്ഷിക്കാത്തത്, ദിലീപിനെ വെറുതെ വിട്ടത് എന്നത് അന്നായിരിക്കും നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോകുന്നത്. എന്തായാലും ആ വിധി പ്രസ്താവം പുറത്തു വന്നപ്പോൾ അമ്പരപ്പ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനവാദം പൂർണ്ണമായും കോടതി തള്ളി. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്കാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. പക്ഷേ അവർക്ക് ഈ വിധിപ്പകർപ്പ് കിട്ടണം. അപ്പോഴാണ് കോടതി എന്തൊക്കെ കാര്യകാരണങ്ങളാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിയിരിക്കുന്നതെന്ന് വ്യക്തമാകുകയുള്ളൂ. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.